ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിലെ വർണ്ണത്തൂലിക എന്ന ഗ്രൂപ്പിൽ ഞാനൊരു കഥ പോസ്റ്റ് ചെയ്ത്. പലരും ലൈക്ക് അടിച്ച് പോകുന്നുണ്ടെങ്കിലും ആരും ഒരു ആശംസാവാക്കോ ഇഷ്ടപ്പെട്ടു എന്ന കമൻറ്റോ അതിലിട്ടില്ല. 2 മണിക്കൂറോളം ഞാൻ എൻ്റെ ഫോണിൽ നോക്കിയിരുന്നു. പലരുടെയും കഥകൾ വായിച്ചു നോക്കി. അതിലെ ലൈക്സും കമൻറ്റിൽ അസൂയ ജനിപ്പിച്ചു. സമയം ഒരുപാട് കടന്നുപോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ ട്യൂൺ ഞാൻ കേട്ടത്. ആരോ കമൻ്റ് ഇട്ടതാവെന്ന് ഞാൻ ഊഹിച്ചു. ഉടനെ ഞാൻ കഴിക്കുന്ന പകുതിക്ക് നിർത്തി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പൈപ്പിൽ ചെന്ന് കൈ കഴുകി. ഫേസ്ബുക്കിൽ ആ നോട്ടിഫിക്കേഷൻ മെസ്സേജിലേക്കാണ് ആദ്യം എൻ്റെ ശ്രദ്ധ പോയത്. ആരോ എൻ്റെ കഥയ്ക്ക് കമൻറ്റ് കൊടുത്തിരിക്കുന്നു. ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കി. കമൻറ്റ് മെസ്സേജ് കണ്ടില്ല. നോ നെറ്റ്വർക്ക് എന്ന് മാത്രം എഴുതി കാണിച്ചു. ഏട്ടത്തിന് ഫോൺ എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ കുരുത്തുകേടും ചെയ്തു വെച്ചോ? അറിയില്ലല്ലോ. ഫോണിലെ ടവർ സിഗ്നൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഫോണിലെ 2G സിഗ്നൽ കാണിക്കുന്നില്ല. ഞാൻ ഐഡിയ നെറ്റ് ബാലൻസ് ഡയൽ ചെയ്ത് നോക്കി. പെട്ടെന്ന് ഫോണിലും മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടു. നോ ബാലൻസ്. ഇന്നലത്തോടെ എൻ്റെ നെറ്റ് ബാലൻസ് തീർന്നിരിക്കുന്നു. ഇന്നലെ ഞാൻ കഥയെഴുത്തിൽ മുഴുകിയത് കൊണ്ട് ആ കാര്യം മറന്നുപോയി. അപ്പോൾ പിന്നെ രാവിലെ ഉപയോഗിച്ച മെയിൻ ബാലൻസ് ആയിരുന്നു. മെയിൻ ബാലൻസിൽ 100 രൂപകളുണ്ടായിരുന്നു. ഒറ്റയടിക്കാണ് ആ 100 രൂപ പോയത്. ആരോട് പറയാൻ? ദേഷ്യവും സങ്കടവും മനസ്സിൽ മാറി മാറി വന്നു. ഫോണെടുത്ത് മേശമേലെറിഞ്ഞു. അത് തെന്നി നീങ്ങി മേശയുടെ മൂലയിലേക്ക് പോയി. വീണില്ല എന്ന ഭാവത്തിൽ എൻ്റെ ഫോൺ മേശയുടെ വക്കത്ത് അഭ്യാസം നടത്തി. ഫോണ് താഴെ വീഴോ? 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. ഇതുവരെ ഒരു കേടും ഉണ്ടാക്കിയിട്ടില്ല. ഇതെങ്ങാനും പൊട്ടിയ രവിയേട്ടൻ പുതിയത് വാങ്ങിയും തരില്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷമായി. ഇതുവരെ ഒരു പുതിയ ഫോൺ വാങ്ങിത്തരാൻ ഏട്ടന് മനസ്സ് വന്നില്ല. പിടിവിരുത്തോണ്ട് ഞാൻ പതിയെ മേശക്കരികിൽ ചെന്നു. എൻ്റെ കൈ നീട്ടിപ്പിടിച്ചെങ്കിലും അവസാന സ്പർശനം പോലെ എൻ്റെ വിരലുകളെ തട്ടി ഫോൺ താഴേക്ക് പതിച്ചു. മിഴിച്ച കണ്ണുകളോടെ ഞാൻ വായ തുറന്ന ഫോണിൻ്റെ ചില്ലുകൾ 4 പാട് തെറിച്ച് വീണു. എൻ്റെ ചങ്കിടിപ്പ് നിന്നുപോയി. പെട്ടെന്ന് ഞാൻ കാലുമടക്കി തറയിലിരുന്നു. മേശയുടെ താഴെ പൊട്ടിയ ഫോണും ചില്ലുകളും തെറിച്ചുപോയ ബാറ്ററിയും എന്നെ നോക്കി കരഞ്ഞു. വിഷാദമുഖത്തോടെ മേശയുടെ അടിയിലേക്ക് ഇഴഞ്ഞു ചെന്നു. ഞാൻ ആ ഫോൺ ചില്ലുകളും ബാറ്ററിയും കയ്യിൽ കോരിയെടുത്തു. ഞാൻ നോക്കി. ആദ്യമായിട്ട് അച്ഛൻ വാങ്ങിത്തന്ന ഗാലക്സി സാംസങ് 2G. അതും കോളേജിൽ പഠിക്കുമ്പോൾ. ഇനി ഇവനില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകളിൽ നടന്നു വീണ കണ്ണീർ അതിൻ്റെ ചില്ലുകളുടെ മേലിൽ വീണു. ഒരാദരാഞ്ജലികൾ അർപ്പിച്ച കണക്കെ. ഒരുപാട് വട്ടം അലസമായി എറിയുകയും അറിയാതെ താഴെ വീണിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇവൻ എന്നെ ചതിച്ചിട്ടില്ല, പൊട്ടിയിട്ടില്ല. ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തതാണ്. എൻ്റെ ദേഷ്യം, എൻ്റെ അലക്ഷ്യമായ രീതി, ഇതൊക്കെ കൊണ്ടാണ് ഇവൻ എന്നെ വിട്ടുപോയത്. ജീവൻ ഇനിയും ബാക്കിയുണ്ടോ എന്നറിയാൻ ഞാൻ ഉടനെ ബാറ്ററി ഇട്ട് നോക്കി. പവർ ബട്ടൺ ഞാൻ ഓണാക്കി നോക്കി. ഒരനക്കവും ഇല്ല. തീർന്നു എല്ലാം അവസാനിച്ചു. ഇനി ഇവൻ ഉണരില്ല. സാംസങ് എന്ന ഡിസ്പ്ലേയിൽ തിളങ്ങിയുണ്ടിരുന്ന ആ വർണ്ണങ്ങൾ, ആ ശബ്ദങ്ങൾ അവനിൽ നിലച്ചു. ഞാനതെടുത്ത് മേശമേൽ വെച്ചു. ഒരു മരണ വീടിൻ്റെ ഭാഗത്തിൽ ഞാൻ കട്ടിലേക്ക് ചെന്നിരുന്നു. പക്ഷേ എൻ്റെ കണ്ണുകൾ മേശമേലിരിക്കുന്ന എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു. കട്ടിൽ കിടന്ന് ഞാൻ അറഞ്ചും പുറഞ്ചും കരഞ്ഞു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഒരുപാട് കരഞ്ഞു. ഞാനറിയാതെ എപ്പോഴോ കരച്ചിൽ നിന്ന് ഉറക്കത്തിലേക്ക് തെന്നിപ്പോയി. ഒരു കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് വാതിൽ തുറന്നു. രവിയേട്ടനായിരുന്നു അത്. എന്താണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? ഞാൻ എത്ര വട്ടം വിളിക്കണം നിന്റെ ഫോണിൽ? തിരിച്ചു മറുപടിയൊന്നും പറയാതെ ഞാൻ മുന്നോട്ട് നടന്നു. രവിയേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എടി നിന്നോടാ ചോദിച്ച് രാധേ? നനഞ്ഞ കണ്ണുകളോടെ ഞാൻ രവിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മുഖത്തെ വിഷമം രവിയേട്ടന് സംശയം ഉണ്ടാക്കി. രാധേ, എന്തുപറ്റി? നിന്റെ ഫോൺ എവിടെ? വിഷമിച്ചുകൊണ്ട് ഞാൻ മേശമേലേക്ക് എൻ്റെ കൈ നീട്ടി. മേശപ്പുറത്ത് പൊട്ടിയ ചില്ല് കഷ്ണങ്ങളും എൻ്റെ ജീവനില്ലാത്ത ഫോണും കണ്ടതും ഏട്ടനോട് പറഞ്ഞു. കണക്കായി പോയി. അങ്ങനെ തന്നെ വേണം. ഇന്നലെ എന്തായിരുന്നു അവള് ചാട? ഞാൻ ആ ഫോൺ നിർത്തി പിന്നെ തൊടിയിച്ചില്ല. എന്തോ ഒരു കഥ എഴുത്തലായിരുന്നോ? മനുഷ്യനെ രാത്രി ഉറക്കിയില്ല. ഇപ്പൊ ശല്യം തീർന്നു. സമാധാനം. ചിരിച്ചുകൊണ്ട് രവിയേട്ടൻ കൈ കഴുകാൻ പൈപ്പിനടുത്തേക്ക് ചെന്നു. കൈ കഴുകി മേശപ്പുറത്ത് വന്നിരുന്നു. ഞാൻ ദേഷ്യത്തിൽ രവിയേട്ടൻ്റെ മുഖത്ത് നോക്കി. എടി, നീ എന്നെ നോക്കി ദയിപ്പിക്കുന്നുണ്ടല്ലോ. ചോറ് വിളമ്പടി. കഴിച്ചിട്ട് പണിക്ക് പോട്ടെ. ഒന്നും മിണ്ടാതെ ഞാൻ ചോറ് വിളമ്പി. കണ്ണുകൾ നിറഞ്ഞ് മേശമേൽ ഓരോ തുള്ളികളും വീണു. ഏട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണോ അതോ ഫോൺ പൊട്ടിയതുകൊണ്ടാണോ അറിയില്ല. ഞാൻ ചിണുങ്ങിക്കരഞ്ഞു. ഏട്ടൻ എന്നെയോ ഫോണെയോ മൈൻഡ് പോലും ചെയ്തില്ല. രവിയേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകി. ഒരു വാക്ക് പോലും മിണ്ടാതെ ബൈക്കെടുത്ത് പുറത്തിറങ്ങി. ഞാൻ വാതിലടച്ച് കട്ടിൽ പോയിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഏട്ടൻ ഇതുവരെ അറിയില്ല. ഞാൻ ഈ വീട്ടിൽ വെറും അടിമ മാത്രം. വീട്ടുപണി ചെയ്യാനും വെച്ച് വിളമ്പി തരാനും ഏട്ടനെ നോക്കാനും മാത്രം ഒരു യന്ത്രം. എന്നെ പണിക്കും വിടില്ല, എങ്ങും വിടില്ല. വീട്ടിലൊറ്റക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞു. മേശമേൽ പൊട്ടിക്കിടക്കുന്ന ഫോണിനെ നോക്കി. എൻ്റെ കരച്ചിൽ നിർത്താനായില്ല. വീണ്ടും കരഞ്ഞു. ആകെ ഉണ്ടായിരുന്ന നേരം പൊക്കായിരുന്നു എൻ്റെ ഫോൺ. ഇനി അതുമില്ല. ഞാൻ കരിയടക്കി വെച്ച് അടുക്കളയിലേക്ക് ചെന്നു. രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ. ഒരുപാട് നേരം കഴിഞ്ഞു. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ഞാൻ വാതിൽ തുറന്നു. രവിയേട്ടനായിരുന്നു. എന്താടി നിന്റെ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നു?
നിന്റെ പരിഭവം മാറിയില്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. പിണങ്ങിപ്പോയി കസേരയിലിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചില്ല് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് എൻ്റെ പുറകെ വന്ന രവിയേട്ട ഒരു കവറിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇതെന്തേട്ടാ? നീ നോക്കടി പെണ്ണേ. ഞാനത് വാങ്ങി തുറന്നു നോക്കി. ഒരു പുതിയ ഫോൺ. ഇതെന്തേട്ടാ? ഇതേതീ പുതിയ ഫോണ്? ഞാനൊരെണ്ണം വാങ്ങിയിട്ട് നിനക്ക് വേണ്ടി. ഉച്ചയ്ക്ക് നിന്റെ കരച്ചിലുണ്ട പിന്നെ ഞാൻ സഹിക്കാൻ പറ്റിയില്ല. അതാ ഞാനൊന്നും മിണ്ടാതെ പോയത്. ഏട്ടൻ്റെ ആ വാക്കുകൾ വല്ലാതെ എന്നെ വിഷമിപ്പിച്ചു. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഏട്ടനെ നോക്കി. എന്തോ കണ്ണുകൾ പതിവ് പോലെ നിറഞ്ഞൊഴുകി. എന്താടി വേണ്ടേ? ദേ വീണ്ടും കരയുന്നു. നീ കരച്ചിലെടുത്ത്. ഏട്ടൻ എന്നെ നോക്കി ചിരിച്ചു. ഒന്ന് പോയേട്ടാ. ഞാൻ ഏട്ടനെ കെട്ടിപ്പിടിച്ചു. ഏട്ടൻ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എടി പെണ്ണേ, ഇനി നിന്റെ പരിഭവം മാറിയല്ലോ. ഇനി നീ ഇഷ്ടം പോലെ കഥ എഴുതിക്കോ. ഇന്നലെ നിന്റെ ഫോണിൽ നെറ്റ് ഓഫർ തീർന്നിരുന്നു. അത് നോക്കാനാ ഞാൻ നിന്റെ ഫോൺ എടുത്ത്. ആ നെറ്റ് ഓഫർ ഇപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. 2G മാറ്റി 5G ആക്കിയിട്ടുണ്ട്. ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ് രവിയേട്ടാ.